ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്തായിരുന്നാലും പുതിയൊരു കണ്ടൻറ്റ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരം ഒരേ കണ്ടൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഇന്നത്തെ കണ്ടൻറ്റ് പർച്ചേസിങ്, സൗദി വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ്. ഓക്കെ, തുടർന്ന് വീഡിയോ കാണാം നമുക്ക്. എന്നാലും പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള രാത്രി കാഴ്ച. നമ്മുടെ നാട് പോലെയല്ല. ഇവിടെ പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് ഇട്ടയ്ക്കും പോലെയാണ് ഇവിടെ നിറച്ചും ലൈറ്റെല്ലാം എടുത്തത്. അറിയാം, സൗദിയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വന്ന് വർക്ക് ചെയ്തവർക്കും വിസിറ്റിങ്ങിന് വന്നവർക്കെല്ലാം അറിയാം. എന്നിരുന്നാലും ഒരു പ്രാസത്തിനങ്ങ് പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായിരുന്നാലും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്കെന്തായിരുന്നാലും പാണ്ടയിൽ പോവാം. പാണ്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരു ബിഗ് ലിസ്റ്റ് തന്നെ ഉണ്ട്. എത്ര എമൗണ്ട് ആവും എല്ലാം നമുക്ക് കാണാം. എന്തെല്ലാം സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഇവിടെ കാണുമോ, എല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കടകളുണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും നമ്മുടെ ലുലു മാർക്കറ്റ്. നമ്മുടെ ലുലു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഹരമാണല്ലോ. യൂസഫലിക്കാടെ ഒരു സംരംഭമാണല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അവിടെ പോയാൽ നമുക്ക് നാട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് പാണ്ട സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പറല്ല, പാണ്ട സൂപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലുതാണ്. അവിടെയല്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റിലാണ് പോകുന്നത്. എന്നാൽ അത്ര ചെറുതുമല്ല, ആ രീതിയിലുള്ളതാണ്. രാത്രി എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചകൾ, നിങ്ങൾ അഭിപ്രായം പറയണം. പിന്നെ റിയാദ് ആയതുകൊണ്ട് പൊടി, ഔട്ട്സൈഡ് നല്ല പൊടിയാണുള്ളത്. സാൻഡ്സ്ട്രോം ഏരിയ ആണ് കൂടുതലിവിടെ. മിക്ക ദിവസങ്ങളിലും പൊടിക്കാറ്റെല്ലാം ഉണ്ടാവും. കുഴപ്പമില്ല. ഇതോ ഫ്രണ്ടിൽ കാണുന്ന പള്ളിയാണ് നമ്മളെ, എന്തു പറയാം, മുസ്ലിങ്ങൾ പറയും, നമ്മളെ ട്രിവാൻഡ്രത്തുള്ളവർ പറയും ജമാഅത്ത് എന്ന് പറയും. അതുപോലെ നമ്മൾ സെദ്രാക്കാരുടെ ജമാഅത്ത് പള്ളിയാണിത്. ഓക്കെ, സെദ്രാക്കാരുടെ ജമാഅത്ത് പള്ളി. ഇവിടെയാണ് ഞാനും കഫീലും ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ബാക്കി വീട്ടിനടുത്ത് ഒരു പാർക്കുണ്ട്, അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ഇതാണ് സദ്ര റോഷൻ്റെ ഒരു മസ്ജിദ്, വലിയ മസ്ജിദ്. ഇവിടെ ഇപ്പോൾ 1.5 മാസമായുള്ളൂ ഇവിടെ ജുമാ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിനു മുമ്പ് ജുമായ്ക്ക് പോയിക്കൊണ്ടിരുന്നത് നൗറ കോളേജിൻ്റെ അകത്തുള്ള പള്ളിയിലോട്ടാണ് ജുമാ നമസ്കരിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇത് വീടിനടുത്തായി. വീടിനടുത്തുള്ള പള്ളിയാണ് നമ്മൾ ജമാഅത്ത് പള്ളി എന്ന് പറയുന്നത് ഇവിടെ സൗദിയിൽ. നാട്ടിൽ നമ്മൾ ജമാഅത്ത് എന്താണ്, കാര്യങ്ങളെല്ലാം ജനനം സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ വീട്ടിനടുത്തുള്ള പള്ളി ഏത് പള്ളിയാണോ അതാണ് ജമാഅത്ത്, ജുമാ ഉള്ള പള്ളി. ഇത് പുതിയ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഇത് ഈ ഇടത് സൈഡിലാണ് അവരുടെ തന്നെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഉള്ളത്. സദ്ര റോഷൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ ഇടത് സൈഡിലാണ്. അതിൻ്റെ സെയിൽസിൻ്റെ, അതായത് വില്ല വിൽക്കുന്നതിൻ്റെയും അതിൻ്റെ പേപ്പർ വർക്ക്, അതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ നേരെ ഫ്രണ്ടിൽ ചെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു അൽഫരീദ മാളാണ്. അത്
അൽഫരീദ മാളല്ല, ഹാൾ. അൽഫരീദ ഹാളുണ്ട്. അൽഫരീദ ഹാൾ നമ്മൾ തുമാമ റോഡിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ഹാളാണ് അൽ പർപ്പസ് ഹാൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം, അങ്ങനെയുള്ള പാർട്ടികളൊക്കെ വലിയ ഫങ്ഷനൊക്കെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് വലിയ ഹാള് അവർ റെൻ്റ് ഔട്ട് എടുത്ത്, നമ്മുടെ നാട്ടിലെ പണ്ടവ അത് തന്നെ. പിന്നെ നേരെ ഫ്രണ്ട് ഒരു പള്ളിയും കാണുന്നുണ്ട്. അത് തുമ്മാമ റോഡിൽ സൈഡിലിരിക്കുന്നൊരു പള്ളിയാണ്. ഇത്ര അടുത്താണ്. ഒരു സൈഡിൽ എയർപോർട്ട് റോഡ്, ഒരു സൈഡ് തുമ്മാമ റോഡ്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്ന വീട് ഉള്ളത്. പിന്നെ ഇനി തുമ്മാമ റോഡിലോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ പണി നടക്കുന്നു. നമ്മൾ നേരത്തെ നല്ലപോലെ എല്ലാം ഓപ്പണായി കിടന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് എന്തോ പണി ചെയ്യുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ എന്തോ പണിയാണെന്ന് തോന്നുന്നു. മഴ പെയ്താൽ പോകണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതാ തുമാമ റോഡിലോട്ട് വന്ന് കയറുകയാണ് നമ്മൾ. പാണ്ടത് അടുത്ത് തന്നെയാണ്. തുമാമ റോഡ് നേരെ കാണുന്ന പാണ്ടയുണ്ട് റോഡിനപ്പുറത്ത് മറു സൈഡ്. അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് ഇറങ്ങി യൂട്ടേൺ അടിച്ച് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ പാണ്ടയിലോട്ട് വന്ന് കാണാമോ എന്തോ. പാണ്ട ഒരു ബോർഡ് പച്ച കാണുന്നുണ്ട്, അതാണ് പാണ്ട. കോൺക്രീറ്റ് മിക്സർ വണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ട്. ബിൽഡിങ്ങുകളിലൂടെ പെട്ടെന്ന് കെട്ടിപ്പൊങ്ങാനുള്ള കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നതിന് ശേഷമാണ്. കോൺക്രീറ്റ് മിക്സർ. നമ്മളങ്ങനെ യൂട്ടേൺ അടിച്ച് പെട്ടെന്ന് റൈറ്റ് കയറണം. പെട്ടെന്ന് റൈറ്റ് കയറിയാൽ പാണ്ടയ്ക്കകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ സൈഡ് ഗ്ലാസ് നോക്കി കയറിയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ പാണ്ട, സെൻട്രൽ പോയിൻ്റ്, സിറ്റി മാക്സ് എല്ലാം കൂടെ ചേർന്നുള്ള ഏരിയയാണ്, ഷോപ്പിംഗ് ഏരിയ. സെൻട്രൽ പോയിൻ്റ്, സിറ്റി മാക്സ്, സെൻട്രൽ പോയിൻ്റ് അടുത്തടുത്താണ്. ഇനി ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ചടങ്ങ്. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ പാണ്ടയുടെ നടയിൽ തന്നെ പാർക്കിംഗ് കിട്ടി ഭാഗ്യത്തിന്. പാണ്ടയ്ക്കകത്തുള്ള സാധനങ്ങൾ വെള്ളം അടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. ആദ്യം നമുക്ക് ടിഷ്യൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. ടിഷ്യൂ നമ്മുടെ വീട്ടിൽ മേടിക്കുന്നത് ടിഷ്യൂ ഇതാണ്, ക്ലീനെക്സ്. ഇത് ഇവിടെ ഓഫറുണ്ട് നിലവിൽ. 30 റിയാലിൻ്റെത് 20 റിയാലിട്ടായിരുന്നു. 30 റിയാലിൽ ചില സമയത്ത് 32 റിയാലാവും. ഇപ്പോൾ 20 റിയാലിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ടിഷ്യൂ മേടിച്ചു, ടിഷ്യൂ എടുത്തു. ഇനി അടുത്ത് നമുക്ക് വെജിറ്റബിൾ സെക്ഷനിൽ പോയി വെജിറ്റബിൾ എടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് ലിസ്റ്റ്. കുറച്ച് ഫോട്ടോസുണ്ട്, അത് ഈ ഫോണിലോട്ട് മാറ്റിയപ്പോഴത്തേക്ക് വന്നിട്ടില്ല. നമുക്ക് അത് പിന്നീട് കാണിക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് മേടിക്കണം. ഇത് വലിയ പർച്ചേസിങ് അല്ല, ഒരു മീഡിയം ലെവൽ പർച്ചേസിങ്. ടിഷ്യൂ റോളും കൂടെ എടുക്കണം. അതും 510 എടുക്കണം. 23 റിയാലാണ് അതിൻ്റെ വരുന്ന വില. അത് പറഞ്ഞ് എടുക്കാം. ഇനി പോകുന്നത് വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഇനി എടുക്കാനുള്ളത്. ആദ്യം അടുത്ത് ലോട്ടസ്.
ലോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബേജിൻ്റെ ഇലയില്ലേ, അതാണ് സംഭവം. ഇതിൻ്റെ അടിഭാഗം വെള്ളയാണെങ്കിൽ അത് കൊള്ളാം, അകത്ത് ഇല നല്ല ക്ലിയറായിരിക്കും. വെള്ളമല്ലാതെ ഇവിടെ കറുത്തിരുണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ഇത്തിരി പഴകിയതാണ്. ഫ്രഷ് സാധനം നോക്കണത് എൻ്റെ മൂട്ടിൽ വെള്ളം ഉണ്ടാകുന്ന നോക്കും. വെള്ള കളറാണെങ്കിൽ ഫ്രഷാണ്. നമ്മൾ നല്ല സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് എളുപ്പമാണ്. കേടായ സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ നമ്മളെ വീണ്ടും അവർ തിരിച്ച് ഓട്ടിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വാങ്ങുന്നത് എല്ലാം ഫ്രഷ്, പുതിയ ഡേറ്റ്, ഇങ്ങനെയൊക്കെയാണ് നോക്കി മേടിക്കുന്നത്. അടുത്ത് നമ്മൾ എടുക്കാൻ പോണത് ഇത് ഖിയാർ എന്ന് പറയും അറബിയിൽ. ഇത് നമ്മുടെ നാട്ടിൽ വെള്ളരി, കക്കരി എന്നൊക്കെ പറയും. അതാണ് ഈ സാധനം. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് ജർജിയർ. ജർജിയർ നമ്മളെ നാട്ടിലെ ചീരയില്ലേ, ചീരയുടെ ഇല പോലെ ഇരിക്കും, പക്ഷേ ചീര ഇലയല്ല. ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കും. നല്ല ഒരു ചെറിയൊരു ടൈപ്പാണ്. ഇതൊക്കെ നമ്മുടെ ക്യാൻസർ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ്. ഇവിടുത്തെ സൗദികൾ കംപ്ലീറ്റും കഴിക്കുന്നൊരു സാധനമാണ്. പിന്നെ തൊട്ട് മേലുള്ള ബഗ്ദൂനസ് അറബിൽ പറയുന്നത്, എൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് പേര് എനിക്കറിയത്തില്ല. ഇത് കിസ്ബറ, ഇത് മല്ലിച്ചപ്പ്. അതേപോലെ തന്നെ ഇരിക്കുന്നു ഇതും ഇരിക്കുന്നു, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് രണ്ടും എടുക്കണം. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ളത് ബസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള, അതെടുക്കണം. ഇത് കുറച്ചെടുക്കണം. ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നില്ല. നല്ലത് ചേർന്നെടുക്കണം, അല്ലെങ്കിൽ പാക്കറ്റ് എടുക്കണം. പിന്നെ ടൊമാറ്റോ, ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ലിസ്റ്റ് എഴുതി കിട്ടും. ടൊമാറ്റോ നല്ലത് നോക്കി എടുക്കാൻ പറയും. പക്ഷെ അവിടെ കിടക്കുന്നത് ലൂസ് ഐറ്റം ഉണ്ട്, പക്ഷെ അത് കൊള്ളില്ല, അതുകൊണ്ട് ഇതെടുത്തു. പിന്നെ ഇത് മലോഹിയ എന്ന് പറയും, ഒരു ഇല ഐറ്റമാണ്. ഇത് വെച്ചൊക്കെ ഒരു കറി ഉണ്ടാകും, ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല കുഴായിരിക്കും. അതിൽ വെണ്ടയ്ക്കയൊക്കെ ചേർക്കും. ഒരു വെണ്ടയ്ക്ക് പറയുന്നത് ബാമിയാണ്. അതെല്ലാം കൂടെ ഗ്രേപ്സ് എടുക്കാൻ പറഞ്ഞു. ഗ്രേപ്സ് ഇതുകൊണ്ട് പാക്കറ്റ് എടുക്കണമെന്നാണ് ആലോചിക്കുന്നത്. ജ്യൂസ് എടുക്കുന്നതാണ് നല്ലത്, കുറച്ചുകൂടെ ബെറ്റർ. അവസാനം തീരുമാനിച്ച് പാക്കറ്റ് തന്നെ എടുക്കാൻ വിചാരിച്ചു. ലൂസ് നോക്കിയപ്പോഴത്തേക്കും കുറേ ഡാമേജുകളുണ്ട്. ഇതിനകത്തും ഡാമേജ് ഉണ്ടാകും, പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ ഒത്തിരി കൊള്ളാമെന്നുണ്ട്. ഈ മാങ്ങ എടുക്കണം, മാംഗോ ലിസ്റ്റ് തന്നിട്ടുണ്ട്. മാംഗോയും കൂടെ എടുക്കണം. ഇതിൽ കൊള്ളാമെന്നുള്ളത് കുറച്ച് എടുത്തുകൊണ്ട് പോകണം. മാങ്ങ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും എല്ലാം പച്ചയായിട്ടിരിക്കുന്നു, പഴുത്തതായിട്ടൊന്നുമില്ല. ഒരിത്തിരി നല്ല പഴുത്തത് വേണം, എന്നാലേ അവർ ജ്യൂസ് അടിക്കാനായിരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഞാൻ സ്ഥിരം മേടിക്കുന്ന രീതിയിൽ കണക്കിനുള്ള പാകത്തിനുള്ള ഇല്ല, അതുകൊണ്ട് അത് വാങ്ങുന്നില്ല. വെയിങ് സ്റ്റേഷനിൽ പ്രൈസ് ഇടാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇതെല്ലാം എടുത്ത് പ്രൈസ് ഇട്ട് തരും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ട്രോളിക്കകത്തിടണം. സാധനം എടുത്തിട്ട് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ വെജിറ്റബിളും ഒരു ടിഷ്യൂ റോള് രണ്ടാം എടുത്തില്ലേ, അതും ആദ്യത്തെ ടിഷ്യൂ കൂടെ ചേർത്ത് ടോട്ടൽ 97 ഇപ്പം നിലവിലായി. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഞാൻ ലാസ്റ്റ് ഫൈനൽ എത്രയായെന്ന് അവരെ അറിയിക്കുമ്പോഴത്തേക്ക് അവർ പൈസ അവരുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോ ഇടും. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യണത്. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്ലൗ ആണ്. ഗ്ലൗ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ, ഹൗസ് മെയ്ഡ്, അവർക്ക് പാചകം ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും ഗ്ലൗസ് നിർബന്ധമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഗ്ലൗസ് മേടിക്കുക. മീഡിയമാണ് നമ്മുടെ സൈസ്, ആവശ്യമുള്ള സൈസ്.
മീഡിയം പക്ഷേ ചെറിയ പാക്കറ്റേ ഉള്ളൂ. മീഡിയം ചെറിയ പാക്കറ്റ് മാത്രമേ ഉള്ളൂ. വലിയ പാക്കറ്റ് വേണമല്ലോ. ഇതുപോലെ വൈറ്റ് ഗ്ലൗ തന്നെ വേണം. ഒരു ബ്ലാക്ക് ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് മീഡിയം, പക്ഷേ വൈറ്റ് തന്നെ വേണം. നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും തുറന്നെടുക്കാം. പിന്നെ ഇനി നമുക്ക് എടുക്കേണ്ടത് അലുമിനിയം കണ്ടെയ്നർ, അതെടുക്കണം. പിന്നെ അലുമിനിയം ഫോയിൽ, ഇത് രണ്ടും എടുക്കണം. പിന്നെ നമ്മൾ വന്നത് മുട്ടയുടെ ഒരു ഹോൾസെയിൽ സ്ഥലത്താണ്. മുട്ട അത് റഹീമയുടെ എഗ്ഗാണ് എടുക്കുന്നത്. അതിൻ്റെ വില പറഞ്ഞ 20 റിയാൽ. ഇത് ഒരു ട്രൈ എടുക്കണം. ചിക്കൻ 1 കിലോയുടെ ചിക്കൻ ഇങ്ങനെയാണ് വരുന്നത്. ചിക്കൻ പാക്കറ്റ് അൽമറായി കമ്പനി. ഇതിൻ്റെ വില 21 റിയാൽ, 20.75. പിന്നെ ഇതിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് എല്ലില്ലാത്ത ഭാഗം, അതിന് 21.75, 22 റിയാൽ. ഇത് രണ്ടും ഓരോന്നെടുക്കണം. പിന്നെ എടുത്തത് വെള്ളം, നോവേറെ ഒരു ബോട്ടിൽ വെള്ളം. ഇനി നമ്മൾ അരിയുടെ സെക്ഷനിലോട്ടാണ് വന്നത്. അരി നമുക്ക് വലുത് സ്ഥിരം എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ല ഇപ്പോൾ വേണ്ടത്. സ്പെഷ്യലായിട്ട് നാളെ വേറെന്തോ വയ്ക്കാൻ പോകുന്നു. അതിനനുസരിച്ചാണ് അരി. ഇതാണ് അവർ എടുക്കുന്നത്. ഇതിൻ്റെ പേര് ഷലാൻ. അതിൻ്റെ ഒരു 10 കിലോ അരിക്കുള്ള പ്രൈസാണ് 93 റിയാൽ. ഇപ്പോൾ എടുക്കണ ഇതല്ല, ഇപ്പോൾ എടുക്കുന്നത് സൺ വൈറ്റ്. ഇത് 1 കിലോയുടെ പാക്കറ്റ്, 1 കിലോയ്ക്ക് 12 റിയാലാണ് വരുന്നത്. 2 കിലോയ്ക്ക് 19 റിയാൽ. അപ്പോൾ 2 കിലോയുടെ പാക്കറ്റ് എടുക്കാം, അതാണ് ലാഭം. സൺ വൈറ്റ്. അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഗൂഡിയുടെ റെഡ് കിഡ്നി, പക്ഷേ കമ്പനി വേറെയാണ്. കാലിഫോർണിയ റെഡ് കിഡ്നി. 2 എണ്ണം 10 റിയാലേ ഉള്ളൂ. അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളെടുക്കാൻ പോകുന്ന ടൂണയാണ് എടുക്കാൻ. ടൂണ ഇവിടെ പല ഐറ്റം ഇഷ്ടംപോലെ കമ്പനിയുടെ ടൂണുണ്ട്. ടൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ, പല ഐറ്റം മീനുണ്ടാവും. അതിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, അൽ റയാൻ. അതിന് ഒരെണ്ണത്തിൻ്റെ വില പറഞ്ഞത് 10.95, 11 റിയാൽ. ഇതിൻ്റെ ഒരു 3 എണ്ണം എടുക്കണം. ഇനി നമ്മൾ അടുത്ത് പർച്ചേസ് ചെയ്യണത് KDD എന്ന് പറയുന്ന കമ്പനിയുടെ മാംഗോ ജ്യൂസ്. ഇതിൻ്റെ വില പറഞ്ഞത് 8 റിയാൽ. ഇനി എടുക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ്, ഉൾക്കറിൻ്റെ ബിസ്ക്കറ്റ്. ഇതിന് ഒരു പാക്കറ്റിന് 1.25 എഴുതിയിട്ടുണ്ട്. ഇതൊരു 2 എണ്ണം എടുക്കണം, 2 4 എണ്ണം എടുക്കാം. ഉൾക്കറിൻ്റെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 റിയാൽ. ഇനി എടുക്കാനുള്ളത് ബട്ടറാണ്. ബട്ടർ അതുകൊണ്ട് ഇത് ബട്ടർ ഓഫറുണ്ട്. 100 ഗ്രാമിൻ്റെ 3 പാക്കറ്റിൻ്റെ ഇതിൻ്റെ ഒരു പാക്കറ്റ് 10 റിയാലേ ഉള്ളൂ. നല്ലൊരു ഓഫറാണ്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ. അങ്ങനെ ബട്ടറുമായി, മുട്ടയായി, ചിക്കനായി, ടൂണയായി, വെള്ളമായി, എല്ലാം ആയി, ബിസ്ക്കറ്റായി. ഇനി ഫ്രോസൺ ഐറ്റം മാത്രം ബാമിയ, അതായത് വെണ്ടയ്ക്ക, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടാറ്റോസ്, ഇത് മാത്രമേ ഇനി എടുക്കാനുള്ളൂ. شوفي هذه مشان إذا في هذه
اشتري واحد لا تشتري كتير اشتري واحد عشان أجرب هذه كويس ولا لا. ഈ സാധനം എടുക്കാൻ പറഞ്ഞു. അടുത്ത മെസ്സേജ് വന്നു, ഇനി ഇത് എടുക്കണം, ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ ഇതിൻ്റെത് ഉപേക്ഷിച്ചു. സാധനമില്ല, സ്റ്റോക്കില്ല, സെയിം സാധനമില്ല. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകണം, ഫ്രോസൺ ഐറ്റംസ്. അതും കൂടെ എടുത്ത് ബില്ലാക്കി പോവാം. ഫ്രോസൺ ഒരൈറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. ഒരൈറ്റത്തിന് ഇനി അടുത്ത കടയിൽ പോകേണ്ടി വരും. കഴിഞ്ഞ തവണയും ലിസ്റ്റ് എഴുതി വിട്ട് ഞാൻ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് വാങ്ങിയില്ല. ഫ്രോസൺ ഐറ്റമുള്ളതായിരിക്കണം കംപ്ലീറ്റ്. ഇതിൽ വേണ്ടത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക അവിടെ ഇരിപ്പുണ്ട്, വേറൊരു കമ്പനി. പക്ഷെ ആ കമ്പനി ഐറ്റം നമ്മുടെ വീട്ടിൽ മേടിക്കില്ല. നമ്മളെ വീട്ടിൽ മേടിക്കുന്ന കമ്പനി ഐറ്റം ഇതാണ് സിംപിള. അതിൻ്റെ ബാമിയനാണ്. ബാമിയൻ വെച്ചാൽ വെണ്ടയ്ക്ക. പക്ഷെ വെണ്ടയ്ക്ക ഇവിടെ അവൈലബിൾ അല്ല. ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിൽ പോകും. അങ്ങനെ സാധനം എല്ലാം ബില്ലിട്ട് ഇറങ്ങി. ടോട്ടൽ സാധനത്തിൻ്റെ പ്രൈസ് ലിസ്റ്റ് 315. അതിൽ 10 റിയാൽ ഓഫർ, ഡിസ്കൗണ്ട് 10 രൂപ 7 പൈസ. 10 റിയാൽ 70 ഹലാല ഡിസ്കൗണ്ട് വന്നു 305 റിയാലായി ബില്ല്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക്. ഒരു 1.5 മണിക്കൂർ പർച്ചേസിങ് കഴിഞ്ഞു പോവുകയാണ്. 1.5 മണിക്കൂർ ആവണത് വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിലത്തേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും പല സാധനങ്ങളുടെ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും കാണില്ല, സെയിം കമ്പനി കാണില്ല. ചില പ്രോഡക്റ്റുകൾ സൈസ് വ്യത്യാസമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സാധനങ്ങളും വീട്ടിൽ വേറൊക്കെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിച്ചിട്ട് മേടിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. നല്ല ട്രാഫിക്കായി. ഇനി ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീട്ടിലെത്താം. നോർമലാണെങ്കിൽ സാധനം ഇവിടെ നിന്ന് പാണ്ടേന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ട് വീടെത്തും. ഇന്ന് ട്രാഫിക് ഉള്ളതുകൊണ്ട് ചിലപ്പം 12 എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കഫീൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇന്ന് പേ ചെയ്തത്. അവരുടെ ഒരു കാർഡ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. ചില സമയത്ത് അവരുടെ കാർഡ് യൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പിള്ളേർ വരികയാണെങ്കിൽ പിള്ളേരുടെ കയ്യിൽ അവരുടെ കാർഡ് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇത് തൊട്ടടുത്ത ദിവസമാണ്, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇന്നലെ കണ്ടപ്പോൾ താടിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് സെറ്റപ്പാക്കി നമ്മുടെ കോലം ഒന്ന് ചേഞ്ച് ചെയ്തു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇന്നലെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരേക്കും വണക്കം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക.